മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന സൂചന. തീവ്ര ഹിന്ദുത്വ വർഗീയ നിലപാടുകാരനെ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലെത്തിക്കുകയും അതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്തതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് എതിരുള്ളതായാണ് വിവരം. ഗാന്ധി വധത്തെ ന്യായീകരിക്കുകയും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിക്കുകയും ചെയ്ത സന്ദീപ് വാര്യരെ കോൺഗ്രസിലെടുത്തതിൽ എതിർപ്പുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്തെത്തിയിരുന്നു. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും മോചിതനായിട്ടില്ലാത്ത സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചതിൽ മുസ്ലിം ലീഗിനും എതിർപ്പുണ്ടായിരുന്നു. കാശ്മീർ വിഷയത്തിൽ 400 മുസ്ലിമുകളെ കഴുത്തിൽ ടയറിട്ട് ചുട്ടുകൊല്ലാൻ പ്രസ്താവന നടത്തിയ ആളെയല്ലേ സന്ദീപ് വാര്യർ എന്നാണ് ലീഗ് പ്രവർത്തകർ ചോദിച്ചത്. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ സന്ദീപ് വാര്യരെ ആദ്യം പാണക്കാട്ടേക്ക് പറഞ്ഞത്. ഇതിനിടെയാണ് BJP പാലക്കാട് കൂടുതൽ ശക്തമായി ഇതായി പ്രവർത്തകർ പറഞ്ഞു. പാലക്കാട് BJPക്കുള്ളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീരാൻ സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായി. RSS കൂടുതൽ സജീവമാവുകയും പിണങ്ങി നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ മുഴുവൻ സമയവും പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങി. ഇത് കോൺഗ്രസിന്റെ വോട്ടിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് ജനം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.